നമസ്കാരം, ശ്രീലക്ഷ്മിയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ സബ്ജക്റ്റിൽ ദയവായി രാഷ്ട്രീയമോ മതമോ ഒന്നും ആരും കലർത്തരുത്. ഇത് എൻ്റെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ ഉപകാരപ്പെടണേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്താ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വളരെ അടുത്ത് നിൽക്കുന്ന, അതുമല്ലെങ്കിൽ വളരെ നന്നായി ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് പെട്ടെന്ന് കയറി വരുമ്പോൾ അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടലാണ്. ചിലപ്പോൾ അതിന്റെ കാരണം കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, ഓ ഇതൊക്കെ ഡിവോഴ്സിനൊരു കാരണമാണോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഡിവോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നൊക്കെയാണ്. അങ്ങനെയല്ല. ഒരാളിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ തീവ്രത ആ ആളിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരാളിന്റെ ജീവിതത്തിൽ ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ അതിന്റെ തീവ്രത അളക്കാനും അത് ഡിസ്കസ് ചെയ്യാനും നമ്മൾ പോകരുത്. കാരണം ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോഴായിരിക്കും രണ്ടുപേർ തമ്മിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനമെടുക്കുന്നത്. ആ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. കാരണം അവർ നമ്മൾ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതിന് പകരം ഈ ലോകം തന്നെ വിട്ടുപോകുന്ന എത്രയോ കഥകളുണ്ട്. അപ്പോൾ ഡിവോഴ്സ് ആയി വന്നാലും നമ്മൾ അവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഒരു ധൈര്യം കൊടുക്കേണ്ടത്, ആണിനോടും പെണ്ണിനോടും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഡിവോഴ്സിനെ കുറിച്ചല്ല, ഡിവോഴ്സിലേക്ക് എത്താൻ ഉള്ള കാരണങ്ങളെ കുറിച്ചാണ്. അതായത് ഞാൻ പറയാൻ പോകുന്നതെല്ലാം തന്നെ എൻ്റെ ഈ ഒരു 6 വർഷത്തെ ചെറിയ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രഭാഷകരുടെ, വലിയ എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റിയുടെ വാക്കുകളായിട്ടൊന്നും നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ചേച്ചിയോ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരാളോ ഒക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ട് പഠിച്ചു പോയ ഒരാളോ ഒക്കെ പറയുന്ന പോലെ മക്കൾ കേട്ടാൽ മതി. അതായത് നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ, അപ്പം എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ തിരുവനന്തപുരത്തും മാഷ് എറണാകുളത്തും ഉള്ള ആളാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഷയിൽ വ്യത്യാസമുണ്ട്, സംസാര രീതിയിൽ വ്യത്യാസമുണ്ട്, ആചാരങ്ങൾ വ്യത്യാസമുണ്ട്, അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ട്, രുചികളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്നെ കാണുന്നത് കൊണ്ടും മാഷിനെ നിങ്ങൾ കാണുന്നതുകൊണ്ടും നിങ്ങൾക്കറിയാലോ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഇല്ലായ്മകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യും, കോമിക്കായിട്ട് സംസാരിക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ വീഡിയോസിൽ എവിടെയും തന്നെ മാഷിനെ നിങ്ങൾ കണ്ടിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, മാഷിന് ഇത്തരം വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ല. ആ താല്പര്യമില്ലാത്തവരെ എനിക്ക് താല്പര്യമുണ്ട് താൻ വാടോ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു പിടിച്ച് കൊണ്ടുവന്ന് ചെയ്താൽ ആദ്യത്തെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. പിന്നത്തെ പ്രാവശ്യം അഡ്ജസ്റ്റ്മെന്റ് അല്ല, അവിടെ വരാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുകയും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാൻ അവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്, എൻ്റെ മാഷിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് അങ്ങേരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ രീതിക്ക് മുന്നോട്ട് പോയാൽ അവിടെ വഴക്കില്ല, നമുക്ക് ആ വഴക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ മാഷ് വിചാരിക്കുകയാണ്, ഇവളെന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ട, ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനത്തെ വീഡിയോസും ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അവളും ചെയ്യേണ്ട എന്ന് ചിന്തിച്ചാൽ അവിടെ വഴക്കാണ്. എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമോ? എൻ്റെ പാഷൻ ഇതാണ്. പകരം അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ചെയ്തോട്ടെ, അത് അവളുടെ ഇൻട്രസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, മാഷ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നമ്മൾ പരസ്പരം പറഞ്ഞു കൊടുക്കണം, ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് പന്നിയിറച്ചി ഇപ്പോഴും വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് എൻ്റെ കോളേജ് സ്കൂൾ ഡേയ്സിലൊക്കെ എന്ന് പറയുന്നത് പന്നിയിറച്ചി എവിടെയെങ്കിലും വിൽക്കുന്നതായിട്ട് എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ല. ഞാൻ ഈ ഒക്കൽക്ക് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പന്നിയിറച്ചി കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരിടത്തൊക്കെ കോൾഡ് സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ പന്നിയിറച്ചി വിൽക്കപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഒക്കൽ, അതായത് എൻ്റെ മാഷിൻ്റെ വീട് ഒക്കലാണല്ലോ. ഈ ഒക്കൽ എന്ന് പറയുന്നത് കാലടി, അങ്കമാലി ആ ഒരു സൈഡാണ് വരുന്നത്. അപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ കാലടി അല്ലെങ്കിൽ താന്നിപ്പുഴ വരെ പോകുന്ന ആ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു 6-7 സ്പോട്ടുണ്ട്, പന്നി ലൈവായിട്ട് പന്നി വെട്ടി കൊടുക്കുന്ന സ്പോട്ടുണ്ട്, ഡെയിലി പന്നി വെട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പന്നി കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം, ആ വീട്ടുകാർ മുഴുവൻ പന്നി കഴിക്കുന്നവരാണ്. ആ വീട് മാത്രമല്ല, ആ നാട് മൊത്തം പന്നി കഴിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് പന്നി കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. പോർക്ക് അത് കഴിക്കുന്നതിന് ചിന്തിക്കാനേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്ക് ഫ്ലാറ്റിൽ തനിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാഷക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് പോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞു, നിനക്ക് അത് കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് അതിവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു. അത് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. പക്ഷെ ഞാൻ തിരിച്ച് ചിന്തിച്ചു, അതായത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത്, എനിക്ക് വേണ്ടി എന്തിനാണ് അയാളുടെ രുചി സാക്രിഫൈസ് ചെയ്യുന്നത്? അപ്പോൾ 2 പേര് മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കുന്നു, അതിൽ ഒരാൾ കഴിക്കുന്നു, ഒരാൾ നോക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ആൾക്ക് വേണ്ടാന്നൊരു ചിന്തയായിരിക്കും വരിക. അതേസമയം അത് കഴിക്കാൻ ഞാൻ ശീലിച്ചാലോ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അങ്ങനെ എനിക്ക് കോഴിയിറച്ചിയും ഒക്കെ തിന്നുന്ന പോലെ, മീനൊക്കെ തിന്നുന്ന പോലെ അങ്ങനെ ഈ പോർക്ക് കഴിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ പോർക്ക് കഴിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മാഷ്ക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി പോർക്ക് കഴിക്കാറുണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാനും അറിയാം. അപ്പോൾ അതൊരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റിനും അപ്പുറത്തേക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ കളർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കമാണ്. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിക്കും, അജേഷിന് നല്ല ജോലിയില്ലേ, നിന്റെ ബിസിനസ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നില്ലേ, എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ പിശുക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്, അതുപോലെ ഇന്റർനാഷണൽ ടൂറൊക്കെ പോയി കൂടെ എന്നൊക്കെ. ഞാൻ ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ കല്യാണത്തിന് മുൻപുള്ള എന്നെ അറിയാം, ഇപ്പോഴുള്ള എന്നെ അറിയാം. അന്നത്തെ സ്വഭാവം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. കാരണം എൻ്റെ ഭർത്താവിന് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. അതായത് എത്ര വലിയ പോസ്റ്റും ആയിക്കോട്ടെ,
ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് നിലവിൽ ജോലി. എനിക്കാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ആണുള്ളത്. ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് പരിമിതമാണ്. ആ വരുമാനത്തിൽ നാളത്തേക്കും കൂടി കരുതി നമുക്കിപ്പോൾ കുഞ്ഞൂട്ടനുണ്ട്, കുഞ്ഞൂട്ടൻ്റെ വിദ്യാഭ്യാസത്തിനെയും കൂടെ കരുതി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അതല്ലാതെ കിട്ടുന്ന പൈസയെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞാൽ നാളെ എൻ്റെ മാഷിൻ്റെ ജോലിക്ക് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ, എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. കാരണം നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഞാൻ കൈനീട്ടേണ്ടി വരും. കാരണം എനിക്കൊരു രോഗം വന്നാൽ, എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഞാൻ എന്താ പറയുക ക്ഷയിച്ചു പോയാൽ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടതിന് തെറ്റില്ല. പക്ഷേ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുകയാണെങ്കിൽ അതിന് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വാക്കെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ വളരെ പിടിച്ചാണ് കാര്യങ്ങൾ ചിലവാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാഷ് കുറച്ച് ധാരാളിയാണ്. ആ ധാരാളിത്തം ഞാനും കൂടി അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ താളം തെറ്റും. പിന്നെ എൻ്റെ മാഷിൻ്റെ ശമ്പളത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവരുടെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആഡംബരങ്ങൾ മാത്രമേ നമ്മൾ പരസ്പരം ആവശ്യപ്പെടാവൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നമുക്കത് കിട്ടാതെ വരുമ്പോൾ സങ്കടം വരും. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഞങ്ങളിപ്പം ഒരു യാത്ര പോകാൻ തീരുമാനിക്കുകയാണ്. ആ യാത്ര പോകാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് UAE ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് UAE തന്നെ പോകണം ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് കൊണ്ടുപോകാൻ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ വർത്തമാനമാവും. ഒരു കാര്യമില്ലാണ്ട് അടികൂടി പ്രശ്നമായി നമ്മൾ ആ പോകാൻ വെച്ചിരിക്കുന്ന ഹോളിഡേ കുളമായി പോകും. അതേസമയം ഇപ്പം കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് കണ്ണൂർക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോടിന് പോയിട്ട് വരാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോയമ്പത്തൂരോ ചെന്നൈയിലോ പോയിട്ട് വരാം. നമ്മളൊരു യാത്ര മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സുമാണ് നമ്മുടെ യാത്ര എത്ര നല്ലതാണ് എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കോയമ്പത്തൂർക്ക് പോയി അവിടുത്തെ മാർക്കറ്റിലൂടെ നടന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ ആ ഹോളിഡേ നമുക്ക് നഷ്ടപ്പെടില്ല. ഈ നഷ്ടപ്പെട്ടു പോയ ഹോളിഡേ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അനിയന്മാരോട്, എൻ്റെ അനിയത്തിമാരോട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഈ ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട്, ഏറ്റവും സന്തോഷകരമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. അതല്ല നീ നിന്റെ നാട് നോക്കിപ്പോ ഞാൻ എൻ്റെ നാട് നോക്കിപ്പോ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണെങ്കിലും ദാമ്പത്യ ബന്ധം വളരെ സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പരസ്പരം മനസ്സിലാക്കാതെ എൻ്റെ ആവശ്യങ്ങൾ നടക്കണം, നിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ ആവശ്യം ഇതാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ലോകത്ത് ഇത്രയും മോശപ്പെട്ട വേറൊരു ബന്ധമില്ല എന്നും കൂടി പറയേണ്ടി വരും. അപ്പം നമ്മൾ തീരുമാനിക്കണം ഏറ്റവും നല്ല രീതിക്ക് കൊണ്ടുപോകണോ അതോ ഏറ്റവും മോശം അവസ്ഥയിൽ കൊണ്ടുപോകണോ എന്നുള്ളത്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാനും നിങ്ങളും എല്ലാം കുട്ടികളെ വളരെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഉണ്ടായ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മക്കൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടണമെന്നായിരുന്നു. സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി അവിടെ തന്നെ ജോലിയുള്ള, അല്ലെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും ജോലിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജില്ല വിട്ട് പോകണ്ടല്ലോ എന്നുള്ളതായിരുന്നു, എൻ്റെ നാട് വിട്ട് പോകണ്ടല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയല്ല ചിന്ത. അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈലോ മനസ്സിലാക്കി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് UK-യും യൂറോപ്പും സിഡ്നിയും മറ്റതും മറിച്ചതും ഒക്കെയാണ് അവരുടെ ചിന്ത. അപ്പോൾ നിലവിൽ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആയുസുള്ള കാലം വരെ ഈ ഭാര്യ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭാര്യ ഭർത്താവ് മാത്രം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നല്ല കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും പെരുമാറിയ ആ നല്ല നാളുകളുടെ ഓർമ്മ വേണം. ഈ കോലൻ ഒടിച്ചെന്നെ പരിവാക്കിയിട്ടുണ്ട്, എന്നിട്ടിപ്പം അവശതയായപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കണമെന്ന് എന്ന് ഭാര്യയോ പണ്ട് നല്ല കാലത്ത് എന്തായിരുന്നു അവളുടെ പൊടി, എന്നിട്ട് ഇപ്പം ഒരു മൂലക്കായോ വന്നിരിക്കുകയുള്ളൂ എന്ന് ഭർത്താവിൻ്റെ മനസ്സിലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വാർദ്ധക്യമാണ് നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ നല്ല കാലത്തും ദാമ്പത്യ ബന്ധം വേസ്റ്റ് ആക്കി, അതിൻ്റെ ബാക്കി എന്നുള്ള വിധത്തിൽ വാർദ്ധക്യത്തിലും നമ്മുടെ ദാമ്പത്യം വേസ്റ്റാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളോട് പറയുന്നതാണ്. എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കേ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കരുത്. അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ രണ്ടുപേരും രണ്ട് തരത്തിൽ നിന്ന് രണ്ട് രീതിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്, രണ്ട് തരത്തിലുള്ള ഇൻട്രസ്റ്റുകളാണ്, രണ്ട് തരത്തിലുള്ള പാഷൻസാണ്, രണ്ട് തരത്തിലുള്ള ഇഷ്ടങ്ങളാണ്. അതിനെ രണ്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇഷ്ടങ്ങളെയും പാഷനെയും ഒക്കെ രീതികളെയും ഒക്കെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല മ്യൂസിക് പോലെ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് നമുക്ക് ഈ ജീവിതം കൊണ്ടുപോകാൻ പറ്റും. 4 ചവിട്ടിക്കുട്ടി ദൂരെ എറിയുന്ന ഒരു ഫാസ്റ്റ് നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് മതി. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. എൻ്റെ മാഷും ഞാനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കേ ഇല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം എനിക്ക് ഈ ലോകത്ത് എൻ്റെ കുഞ്ഞൂട്ടനേക്കാൾ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ മാഷിനെയാണ്. എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞൂട്ടനെ ഇഷ്ടമല്ല എന്നല്ല, കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ നമ്മുടേതാണ്. പക്ഷെ എൻ്റെ മാഷ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം, ഞാനെന്ന് പറയുന്നത് എൻ്റെ മാഷിൻ്റെ മാത്രം. അപ്പോൾ ഞാനിത് പറയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പറയുന്നത്, ഒരു ഫോർമാലിറ്റീസും ആഡ് ചെയ്യാതെ ഞാൻ പറയുന്നത്, എൻ്റെ ഭാഷ കുറച്ചുകൂടെ ലവ്വിങ് ആയത് എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.